ഫ്ലവേഴ്സ് കോമഡി തള്ളൽ അടുത്ത പരിപാടി കാണാൻ റെഡി ആയിട്ടിരിക്കുവാണോ? ഒരു അതുല്യ കലാകാരനാണ് വരാൻ പോകുന്നത്. ഓക്കെ, വിളിക്കട്ടെ? പിന്നെ വിളിക്കേ. ഒരുപാട് സ്നേഹത്തോടെ ഫ്ലവേഴ്സ് ടിവിയുടെ സ്വന്തം ലെറ്റ്സ് വെൽക്കം മഹേഷ് കുഞ്ഞുമോൻ. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അതിന്റെയൊക്കെ പോട്ടെ, ഇപ്പൊ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? എല്ലാം ഉഷാറായിരിക്കുന്നോ? ഉഷാറായിട്ട് വരുന്നു. അങ്ങനെ വേഗം ആവട്ടെ. ഒരുപാട് പ്രേക്ഷകരുടെ പ്രാർത്ഥനയുണ്ട് കൂടെ. മഹേഷിന് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ മഹേഷിന് വേണ്ടി പ്രാർത്ഥിച്ച കോടി മലയാളികളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് വളരെ ഇഷ്ടമാണ്. നൈസ് ടു മീറ്റ് യു. അതെ, എല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ്. അതെ തള്ളി റെഡി ആയിട്ട്. അതെ, ക്ഷീണിച്ചിരിക്കുക. ക്ഷീണത്തില്ല. അല്ല, ഒന്നും പറയാൻ പറ്റില്ല. അവ അനുകരിച്ചോളാം, അതുകൊണ്ട് ഞാൻ വന്നപ്പോ തന്നെ അസീസ്ക്ക് പറഞ്ഞു, അസീസ്കയുടെ സൗണ്ട് ഒന്നും അനുകരിക്കരുതെന്ന് പറഞ്ഞു. ആണോ? കാരണം ആളിലെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. അല്ല, അത് വേറെ സത്യമുണ്ട്, പറയണ്ടോ? പോട്ട്. മഹേഷേ, മോനെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ എന്താണ് കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നവ്യ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ മോൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, മോൻ്റെ കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു വലിയ ദൈവാനുഗ്രഹമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മഹേഷിൻ്റെ ഒരു പ്രകടനം കാണാൻ വേണ്ടിയിട്ടൊരു വലിയൊരു കൗതുകവും ഒരു കൊതിയൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു പ്രകടനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ഞങ്ങളെല്ലാവരും. അതെ, താങ്ക് യു. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ മിമിക്രിക്കാർ നോക്കി കണ്ടുകൊണ്ടിരുന്നത് സിറാജിക്കയാണ്. ആദ്യം നമ്മളെ ഞെട്ടിച്ചൊരു മിമിക്രിക്കാരൻ സിറാജിക്കാനെ ഒരുപാട് കോപ്പി അടിച്ചിട്ടുണ്ട്. സിറാജിക്കയ്ക്ക് ശേഷം അതേപോലെ ഞങ്ങളെ ഞെട്ടിച്ച ഒരാളാണ് അബീക്ക എന്ന് പറയുന്നത്. എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ നടന്മാരുടെയും അതേപോലത്തെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന അബീക്ക താത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം മലയാളികളെയും മിമിക്രിക്കാരെയും ഞെട്ടിച്ച ഒരാളാണ് കോട്ടയം നസീർക്ക എന്ന് പറഞ്ഞാൽ അത് വേറൊരു റേഞ്ചായിരുന്നു. വേറൊരു എന്താണ് പിന്നെ ആക്ഷനും കോസ്റ്റ്യൂംസും മുഖത്ത് എക്സ്പ്രഷനും എല്ലാം ആയിട്ട് വന്ന് നമ്മളെ ഞെട്ടിച്ച ഒരാളാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഫ്ലേവേഴ്സാണ് ഞങ്ങൾ കുറേ പേര് എടുത്തിട്ടുള്ളത്. ഇപ്പം അതിന് പുറകെ വന്നിട്ടുള്ള സുരാജ് ആണെങ്കിലും ടിനി ആണെന്നുണ്ടെങ്കിലും പിഷാരടി പിന്നെ വൺ മാൻ ഷോയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്. ഞാനാണെങ്കിലും നമ്മൾ ഒരുപാട് പേരുണ്ട് ഇവരെ കോപ്പി അടിച്ച് നമ്മൾ മിമിക്രി ചെയ്ത് പറഞ്ഞാൽ മോഷണമാണെന്നർത്ഥം. പിന്നെ സംശയമുണ്ടോ? നമ്മൾ അതല്ലാന്ന് പറഞ്ഞാൽ തള്ളലായി പോകും. ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മളെല്ലാവരുമാണ്. അതിനുശേഷം വന്ന് നമ്മളെല്ലാവരും ഞെട്ടിയ ഒരു മിമിക്രി പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് മഹേഷ് കുഞ്ഞുമാണ്. ഞാൻ മഹേഷിന്റെ പ്രോഗ്രാം ടി.വിയിലല്ലാതെ ഡയറക്റ്റ് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് മഹേഷിനെ. അപ്പൊ ടിക്കറ്റ് എടുക്കണം. ഇപ്പൊ നമ്മൾ മഹേഷിന്റെ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി തള്ളാം. എന്നിട്ട് തള്ളാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലവേഴ്സ് കോമഡി തള്ളൽ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് ഒരു ടെലിവിഷനിൽ വരുന്നത്. ഞാൻ മിമിക്രി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഫ്ലവേഴ്സ് ചാനലാണ്. അതിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫ്ലവേഴ്സിൽ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത കുറേ ആളുകളുണ്ട്. ഇപ്പോൾ പക്രു ചേട്ടൻ, ഷാഹൻ ചേട്ടൻ, ടിനി ചേട്ടൻ, അങ്ങനെ കുറേ പേര്. ഇപ്പോൾ നവ്യ ചേച്ചി ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നസീർക്ക, അപ്പോൾ എല്ലാവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ആണ് ഇത്. അപ്പോൾ അത് അടിപൊളിയാക്കി ചെയ്യണം, അല്ലേ? ലെവലാക്കി ചെയ്യണം. അപ്പോൾ നിങ്ങൾ നല്ല കയ്യടി തരണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഈ ഫ്ലവേഴ്സിൽ വന്ന നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന മുഖം എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ശ്രീകണ്ഠൻ സാർ തന്നെയാണ്, അല്ലേ? ശ്രീകണ്ഠൻ സാറിൻ്റെ എനർജി വേറെ ആർക്കും, വേറെ ഒരു അവതാരകനും ഇല്ലയെന്ന് ഞാൻ എഴുതി തരും. കാരണം അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചുറുചുറുക്കുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചാനലിലൊക്കെ വന്ന് സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ ശ്രീകണ്ഠൻ സാറിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇനി എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നത് ഈ പെർഫോമൻസിന് അവസാനമായിരിക്കും. അപ്പോൾ നമുക്ക് ശ്രീകണ്ഠൻ സാറിലങ്ങ് തുടങ്ങി മറ്റു സ്റ്റാർസിലേക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീകണ്ഠൻ സാറിനെ വിളിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. വളരെ കാലത്തിന് ശേഷം നമ്മുടെ കോമഡി ഉത്സവത്തിന് ശേഷം, അതിൻ്റെ വലിയൊരു വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മുടെ കോമഡി താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഒരു തള്ളൽ പ്രോഗ്രാം നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി തള്ളൽ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് നവ്യ? കുറേ സുഖമാണ്. നമ്മൾ കുറേ നാളായി കണ്ടിട്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്.
സുഖമായിട്ടിരിക്കുക. അല്ലെ ഞാനിങ്ങനെ വന്ന സമയത്ത് നവ്യ നായരുടെ നമ്മുടെ നവ്യയുടെ ഗുരുവിൻ്റെ അടുത്ത് പറയുന്നത് കേട്ടു, ഗുരുവിന് കുറെ കണ്ണിമാങ്ങയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ അതെ, കണ്ണിമാങ്ങയല്ല കടുമാങ്ങ. കടുമാങ്ങ. എനിക്ക് കടുമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കടുമാങ്ങ ഇല്ലെങ്കിൽ ഒരു ഓറഞ്ചെങ്കിലും മേടിച്ചു തരണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും ഈ പരിപാടിയുടെ വൻ വിജയത്തിന് കുറേ ഗസ്റ്റുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ കുറേ വളരെ മനോഹരമായ ആക്ടേഴ്സ് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് ഏറ്റവും വിജയമായ ഒരു സിനിമയുണ്ടല്ലേ, ആ സിനിമയുടെ പേരെന്താണ്? ആടുജീവിതം എന്നാണ്. ആടുജീവിതം എന്ന സിനിമ ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ 16 വർഷങ്ങളാണ് ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തത്. അദ്ദേഹം നമ്മുടെ ഈ വേദിയിലെത്തുന്നു. ബ്ലെസ്സി സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വലിയൊരു ജേർണിയാണല്ലോ. പലപ്പോഴും ഇത് നടക്കില്ല, മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. കാരണം നല്ല ബ്ലോക്കായിരുന്നു. മാത്രമല്ല അപ്പം എനിക്ക് ടിനീട്ടോ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. വരാനുള്ളവർ വരും, പോകാനുള്ളവർ പോകും. പോകാൻ ധൃതി കാണിക്കുന്നവർക്ക് ഒരു യൂബർ വിളിച്ചു കൊടുക്കുക. പുട്ടും പഴവും കഴിക്കാൻ എളുപ്പമാണ്. പുട്ടിൻ്റെ കൂടെ ഒരു പപ്പടം വിട്ട് കൈ ഒന്ന് അമർത്തിയാൽ അത് പൊടിഞ്ഞു പോകും. അങ്ങനെ ജീവിതം പൊടിഞ്ഞു പോവേണ്ടവരല്ല നമ്മൾ. അല്ല, എനിക്ക് പുട്ടും പഴയത്തിനേക്കാൾ ഇഷ്ടം പുട്ടും കിഴങ്ങ് കറിയുമാണ്. കാരണം ആ കിഴങ്ങ് ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ അടിവയറ്റിൽ നിന്നുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സുഖമുണ്ടല്ലോ, അത് പുട്ടും പഴം കഴിച്ചാൽ കിട്ടില്ല അല്ലേ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ പരിപാടി ഒരു ഉദ്ഘാടനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന മറ്റാരുമല്ല. അല്ല ഇതാ ആരൊക്കെ വന്നിരിക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ നവ്യ? ഞാൻ സൈജു കുറുപ്പാണ്. അല്ല, ഈ നവ്യയുടെ കൂടെ ഒരുത്തി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം ഇതുവരെ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്ത് കറക്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. വലിയ എന്നോട് ഞാൻ പടക്കമാണ്, എനിക്ക് കാണുന്നൊന്നും വേണം. കാരണം എനിക്ക് എൻ്റെ ഷാൻ ചേട്ടൻ സത്യം മനസ്സിലാക്കണം. കാരണം ഞാൻ ഈ സിനിമാ രംഗത്ത് വന്ന ഏറ്റവും മനസ്സിൽ പറയാത്തൊരു കാര്യമുണ്ട്. കാരണം ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ആദ്യം പറയേണ്ടതായിരുന്നു. അത് നവ്യയോട് ഞാനിപ്പോൾ പറയണം. മനസ്സിനുള്ളിൽ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, അത് ഇതുവരെ പറയാൻ കഴിഞ്ഞില്ല. അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല. അല്ല, ഇവിടെ എന്ത് പരിപാടിയാ? ഹായ് പാർവതി. സുഖമാണോ? സത്യം പറഞ്ഞ പാർവതി ഇല്ലേ, പാർവതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളത്. ഷാൻ ചേട്ടൻ അറിയോ? ടിനിച്ചേട്ടൻ അറിയോ? നസീർക്കൊക്കെ അറിയോ? സത്യം പറഞ്ഞ പാർവതീനെ ഈ ഫ്ലോറിൽ കാണുന്നത് ഞാൻ ഒട്ടും വിചാരില്ല. കാരണം എല്ലാ ഇൻ്റർവ്യൂ ഇങ്ങനെ കുത്തിയിരുന്ന് അവൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ഇതാണ്. എന്തായാലും എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പാർവതിക്ക് ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള ഞങ്ങളെ ആരുമല്ല കേട്ടോ, ധ്യാനും അല്ല എന്നെയല്ല. പക്ഷെ നവ്യ ചേച്ചീനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നവ്യ ചേച്ചീനെ കുറിച്ച് എപ്പോഴും ധ്യാൻ പറയും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം വെള്ളിത്തിരയുടെ കാര്യം അവൻ എപ്പോഴും വീട്ടിൽ നിന്ന് ഇത് തന്നെ സംസാരം അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നമ്മുടെ ഈ തള്ളൽ പരിപാടിക്ക് ഞാൻ വലിയ തള്ളലൊന്നും തരുന്നില്ല. എന്തായാലും നമ്മുടെ പാർവതിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. പാർവതി ഇവിടെ ഉണ്ട് മോളെ. എന്ത് ഷൈന്? എന്റെ ടീച്ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണുണ്ടല്ലോ, ഈ പാർവതിയുണ്ടല്ലോ ഇപ്പൊ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല. ഞാൻ കാരണം വൈറലായ ഒരു പെണ്ണാണ് അല്ലേ? കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യണല്ലോ. എന്താണ് കുറെ നാളെ കൊണ്ട്? അങ്ങനൊന്നുമില്ല ഏട്ടാ, ചുമ്മാ പറയല്ലേ. എന്ത് ചുമ്മാ? ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ. നമ്മളൊന്നും ഇല്ലേ, നമ്മളൊക്കെ വലിയ ധ്യാൻ ശ്രീനിവാസനൊന്നും അല്ലേ. നമ്മളിപ്പോ ആർക്കും വേണ്ട, ഇപ്പൊ സോഷ്യൽ മീഡിയക്കാർക്ക് ആർക്കും വേണ്ട. എന്ത് ചെയ്യാനാ? എന്നാ ടീച്ചറിനൊരു കാര്യം അറിയോ? എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവണം? എങ്ങനെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടാവണം? എങ്ങനെയാണ് നമുക്കറിയോ? എനിക്കറിയില്ല. നമ്മൾ ജീവിച്ച് വളരുന്നതിനനുസരിച്ചല്ലേ. അപ്പൊ ഇപ്പൊ ജനിക്കുന്ന കൊച്ചിന് അങ്ങനത്തെ ഒരു പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ്ടേ? ഇപ്പൊ ജനിക്കുന്ന കൊച്ചിനും അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? എന്താ ചേട്ടാ, എനിക്ക് അങ്ങനത്തെ വല്ലാത്തൊരു അവസ്ഥയിൽ പറഞ്ഞു. അല്ല ഇത് ഏത് അല്ല നവ്യ, നമസ്കാരം ഉണ്ടോ? ഞാൻ വിനായകനാണ്. നവ്യയുടെ കൂടെ ഒരുത്തി എന്ന സിനിമ ചെയ്തു. ആ ഒരുത്തി എന്ന സിനിമയുടെ പ്രസ് മീറ്റ് കണ്ട് ഭയങ്കര വൈറലായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്ത് കറക്റ്റ്. എനിക്ക് നവ്യയുടെ എക്സൈറ്റ്മെന്റ് കാണുമ്പോഴാണ് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നത്. കാരണം
സത്യം പറഞ്ഞാൽ ആ പടത്തിലുണ്ടല്ലോ, ആ പടത്തിൽ എനിക്ക് ഒരു സപ്പോർട്ടിങ് റോളായിരുന്നു. പക്ഷെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ചിന്ന വയസ്സിൽ ഇരുന്ന ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നബിയുടെ കൂടെ ഒരു നായകനായിട്ട് അഭിനയിക്കണം. അതാണ് എൻ്റെ ലൈഫോടെ ടാർഗറ്റ്. മനസ്സിലായോ? അല്ല നിങ്ങളെന്നാ ഒന്ന് ചോദ്യങ്ങൾ, ഈ അസീസൊക്കെ എന്തിനാണ് വായും പൊളിച്ചിരിക്കണേ? എന്നോട് ചോദിക്കാനൊന്നുമില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കണേ. അല്ല അല്ല നിങ്ങൾക്ക് ഒന്ന് സംസാരിക്കാനല്ല. അല്ല ആസ്വദിച്ചോണ്ടിരിക്കുക, ഇവരൊക്കെ വരുന്ന ആസ്വദിച്ചോണ്ടിരിക്കുക. അതെ, അല്ല ആസ്വദിക്കാനായിട്ട് ഞാൻ ഇവിടെ മിമിക്രി ഒന്നല്ലാതെ കാണിച്ചുകൊണ്ടിരിക്കണം. അല്ല എന്താ നിങ്ങൾ വിനായക ചേട്ടൻ വന്നപ്പോൾ കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കുക സംസാരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല അങ്ങനെ ആസ്വദിക്കാനായിട്ട് ഞാനിവിടെ മിമിക്രി ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിങ്ങളോട് പറയാം, ഞാൻ ഇങ്ങനെ കാണിക്കുമോ? ഞാൻ ഇങ്ങനെ അല്ല കാണിക്കും. മിമിക്രി ചെയ്യുമോ എന്ന് അറിയാൻ വേണ്ടി ആസ്വദിച്ചോണ്ടിരിക്കുക. അല്ല മിമിക്രി ഒക്കെ ചെയ്യുക, അത് മിമിക്രി ചെയ്യാനായിട്ട് പല ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ വരുന്നതാണ്. അപ്പം എന്തായാലും നന്ദി നമസ്കാരമുണ്ട്. അപ്പം ഈ അല്ലേ ഇപ്പോൾ ഏത് പോലെ ചെന്നാലും ആദ്യം മൈക്ക് ടെസ്റ്റ് ചെയ്യണം. ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ലേ, എൻ്റെ പുറകെ പൊടി കൂടി ഇരിക്കുകയാണ്. അല്ല നവ്യേ, എന്തോ എനിക്ക് പെട്ടെന്നൊരു അങ്ങനെ ഉള്ള ചിരി ഒന്ന് പോട്ടെ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത്. എൻ്റെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറുന്നത് ഞാൻ കാണാതെ പോകുന്നൊന്നുമില്ലേ? ഞാൻ കാണുന്നുണ്ടല്ലേ? പിന്നെ അല്ല ഇതെന്താണ് ഈ മൈക്കൊക്കെ ഇങ്ങനെ പെരുമാറുന്നത്? അല്ല ഇതിന് ജീവനുണ്ടോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തൊടുമ്പോൾ മാത്രം ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഷാജോണ് ആ രീതിയിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമുക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല മിനിസ്റ്റർ. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെയുള്ള ആ പരിപാടികളൊന്നും പിണറായി വിജയൻ അടുത്ത് വേണ്ട. പിണറായി വിജയൻ എന്നത് പിണറായി വിജയൻ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വിരട്ടലും വലവശലൊന്നും പിണറായി അടുത്ത് പോട്ടെ. मेरा प्यारा देशवासियों, अरे नसीर का कला पवन सजा गिनस पकड़ो नव्या नायरे मेरा बेटी गुरु ने कनिमांगा करना ना കടുമാങ്ങ कड़मांगा मेरा मोदी, तुम्हारा मोदी जी का क्या देगा देगा आपको भी देगा. तेंगा तेंगे नहीं देगा. हाँ बहुत बढ़िया फिटराय എന്താ മോദിജി. അതല്ലേ നവ്യാജി വന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കൊരു പാട്ട് പാടണം. ഞങ്ങളുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒന്നും കാണാറില്ലേ? അടുത്ത കേരള സ്റ്റേറ്റ് അവാർഡ് സിംഗേഴ്സിന് ഞങ്ങളാണ് മാറുന്നത്, വേറെ ആർക്കും കൊടുക്കുന്നില്ല. മേരാ പിണറായി അങ്ങനെയൊന്നും പറയല്ലേ. പിണറായി അല്ല ടിനിറ്റോമേ മേരാ ടിനിറ്റോം बहुत मेरा फ्रेंड है. ടിനിറ്റോമിന് വേണ്ടി ഒരു പാട്ട് ഒരു റാപ്പ് സോങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുമോ? കൂടെ നിൽക്കില്ലേ? ഞാൻ പാടാം. ചിന്താതമനയിൽ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം, പാർത്തത് പുറകെ ലോകമോടി നാല് ദിക്കിലും നാശം, വാക്കുകൾ തീർന്നോ തൊണ്ട പറ്റി ഞാൻ അങ്ങനെ ഒപ്പക്കും പ്രാസം, കുട്ടുപൊള്ളി മരുഭൂമി നഗരം എനക്കാരണ്ട് ഇവിടെ പാസം, ഞാൻ മാറ്റുന്നു മറുപച്ച പൂവിടങ്ങളിൽ വർണ്ണത്തിനറിയാത്ത തലപുടം, എൻ്റെ റാപ്പിൽ തെളിയുന്ന ശബ്ദ ചുരങ്ങക്കേട്ട ഭാവത്തിൽ വിരിയുന്ന നവരസങ്ങൾ, ശിങ്കാര രൗദ്രം വീര ഭയാനക കരുണം ബീവത്സ്യം അത്ഭുതം ശാന്തം ഹാസ്യം, ഏകാകിയാണെങ്കിലും കടാശമിന്നില്ല ദാസ്യം, തമസന്റെ മനസ്സിൽ തെളിച്ചമ സിരസിലെ വീക്ഷണ വിലസിലെ ദൃഷ്ടിക സഹസിൽ
മനസ്സിൽ ആഗ്രഹം കലശല ശൈലിയിലരത്ത് രക്തമല്ല പഞ്ചാര മിന്നലിൻ്റെ ദേവം വിജയക്കൊടി നാട്ടുക നക്ഷത്രം അരിവാൾ കൈപ്പൊടി ചുറ്റിക സംഗീത ലഹരി തരും തെറ്റുപട്ട് അവിടെ പണി ചാലുക മതുക്കെട്ട് കട്ടുക. അല്ല മോദിജി ഇങ്ങനെ പാടിയ വൈകാതെ തന്നെ ഞാനിവിടുന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ജീവ തീർന്നു പോലെ എന്ന് തോന്നിപ്പോയി. സത്യം അല്ലേ? ചില സമയത്തൊക്കെ തൊണ്ടയിൽ AI സോഫ്റ്റ്വെയർ ഉണ്ടോന്ന് വരെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ്. സത്യം. മഹേഷ് കുഞ്ഞുമോൻ പഠിച്ച കോളേജിൽ ഞാനൊരു ഇനോഗ്രേഷന് പോയിരുന്നു. പെരുമ്പാവൂർ ITI പഠിച്ചിട്ടുണ്ടല്ലേ? പോളിടെക്നിക്. പോളിടെക്നിക്കിൽ അത് വളരെ ഫേമസ് ആയിട്ടുള്ള പോളിടെക്നിക്കാ അല്ലേ? ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ബ്രില്യൻ സ്റ്റുഡൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട്. പക്ഷെ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞത് ഒരൊറ്റ പേരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എത്ര രൂപ എടുത്താലും കിട്ടില്ല. അവിടുത്തെ അധ്യാപകർ, പ്രിൻസിപ്പൽ, ഇവല്ല ചെല്ലുമ്പോൾ തന്നെ മഹേഷ് കുഞ്ഞുമോൻ പഠിച്ച കോളേജാണ്, മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിച്ചത്. അവിടെ പറയുന്ന പേര് AK ആന്റണി, അങ്ങനെയുള്ള G ശങ്കരക്കുറുപ്പ്, അങ്ങനെയുള്ളവരെ കുറിച്ചാണ്. അപ്പോൾ ഒരു കലാലയം, നമ്മൾ പഠിച്ച കലാലയം അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ അഭിമാനിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ്. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ മഹേഷ് കുഞ്ഞുമോനാണ് അവിടുത്തെ ഹീറോ എന്ന് പറയുന്നത്. മറ്റുള്ള കുട്ടികളോടൊക്കെ പോളിടെക്നിക്കിന് നിങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, മഹേഷ് കുഞ്ഞുമോനെ പോലെ ആവണം. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിനിക്സ് പക്ഷിയുടെ കഥ എന്നൊക്കെ പറഞ്ഞൊരു മിത്താണ്. ഇത് എൻ്റെ തൊട്ടു പിന്നിൽ നടന്ന അപകടം ഞാൻ തന്നെ സാക്ഷ്യം വഹിച്ച. ഞങ്ങൾ മുന്നിലെ കാറിൽ, ബാക്കിലെ കാറിൽ ഇവരായിരുന്നു. ഞാൻ ചെന്ന് വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് പറയുന്നത്. അന്ന് മുതൽ ഇദ്ദേഹം എടുത്തിട്ടുള്ള ഇതെന്ന് പറയുന്നത് അത് ശരിക്കും ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷനാണത്. എല്ലാവർക്കും ഉപദേശിക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, ജീവിതത്തിൽ കാണിച്ചു തന്നു. ചാരമാണെങ്കിലും അതിൽ നിന്നും തീ ഉണ്ടാക്കാമെന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ള മഹേഷ്. അല്ല, അത് മാത്രമല്ല ജീവ, ഈ ഇദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ. അപ്പോഴൊക്കെ ഇദ്ദേഹത്തിനൊരു ചെറിയൊരു ടെൻഷൻ, കാരണം വോയിസ് അങ്ങോട്ട് വിചാരിക്കുന്ന പോലെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, അത് കറക്റ്റായിട്ട്, കാരണം ഓരോരോ സർജറികളാണ്, അത്ര ശ്രമകരമായ രീതിയിൽ ഡോക്ടേഴ്സ് പോലും ഗ്യാരണ്ടി പറയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഈ പ്രകടനം കണ്ടോടെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം സന്തോഷം കൊണ്ട് തന്നെയാണ്. കാരണം ഇതിന് മുമ്പ്, ആക്സിഡൻറ്റിന് മുമ്പ് മഹേഷ് 100 മാർക്കെങ്കിൽ ഇപ്പോൾ 100 101 അല്ലെ 150, അത്രയും റേഞ്ചിലേക്ക്. ഇതിന് മഹേഷ് എടുത്ത ഒരു പ്രയത്നം, മഹേഷ് എടുത്തൊരു എഫേർട്ട്, മഹേഷ് എടുത്ത പ്രാർത്ഥന, ഈ പറയുന്ന പോലെ സാധകം എന്നൊക്കെ പറയില്ലേ, പാട്ടാണ് സാധാരണ സാധകം ചെയ്യുന്നത്. പക്ഷെ മിമിക്രിയിൽ നന്നായിട്ട് സാധകം ചെയ്ത് സ്ഫുടം ചെയ്ത് ടിനി പറഞ്ഞ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു കലാകാരനാണ് മഹേഷിന്റെ. നമ്മളിപ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ടത് എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ഡബ്ബിങ് സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ പുള്ളി അന്ന് ആക്സിഡൻറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഇതായി റിക്കവറായി വരുന്നേ ഉള്ളൂ. പക്ഷെ അന്ന് പുള്ളി വന്നിട്ട് എനിക്ക് തോന്നുന്നു സായികുമാർ ഏട്ടൻ്റെ ശബ്ദത്തിന്റെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി എനിക്ക് ഇതിനുമ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ മഹേഷ്? ഇല്ല. പക്ഷെ അവിടെ വന്നിട്ട് ആശാൻ ആ സംഭവം കണ്ടിട്ട് അതുപോലെ, എനിക്ക് തോന്നുന്നു സായിച്ചേട്ടൻ പറയുന്ന അതേ സംഭവം അതുപോലെ അപ്പം തന്നെ ക്യാച്ച് ചെയ്തിട്ട് അതുപോലെ ഡബ് ചെയ്തു. ആ ഒരു ഇതാണ്. അത് മാത്രമല്ല, മഹേഷ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ആ പെർഫെക്ഷൻ, അത് കുറേ നേരം അത് അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI പോലത്തെ എന്തെങ്കിലും സാധനം തൊണ്ടയിലുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഇനി ഒരുപാട് പുകഴ്ത്തുന്നില്ല. മോനെ ഇന്ന് ഇവിടെ പ്രോഗ്രാം ആയിട്ട് കൊട്ടാരക്കര വാച്ചിലോട്ട് നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു പ്രോഗ്രാം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല. മോനെ ഒരുപാട് സൂക്ഷിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോവുക. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ മോൻ്റെ ഒപ്പം ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കും. ഒരുപാട് പേർക്കൊരു പ്രചോദനമാണ് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്നത്. കാര്യം ദൈവം നമ്മുടെ തലയിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിനോടൊപ്പം നിൽക്കുക, നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചോളും. അതിന് ഏറ്റവും വലിയ തെളിവാണ് മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആൾ. ഇനി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ. അമ്മയോടും അതുപോലെ തന്നെ വീട്ടിലെല്ലാവരോടും അന്വേഷണങ്ങൾ പറയാം. ആദ്യമായിട്ട് ആദ്യമായിട്ട് കണ്ടയാള് നേരിട്ടിരുന്ന് ആദ്യമായിട്ട് കേൾക്കാൻ പറ്റിയല്ലോ, അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ പോയി മിമിക്രി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു മഹേഷ് അല്ലേ? കോട്ടയം നസീർ പല പ്രാവശ്യം എന്നോട് പറയാറുണ്ട്, നീ മഹേഷിനെ ഒന്ന് കാണണം, മഹേഷ്. ദുബായ് പ്രോഗ്രാം കോട്ടയം നസീർ. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇത്രയും വലിയൊരു കലാകാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. നസീർ പറഞ്ഞപ്പോൾ കാര്യം ഞാൻ കണ്ടിട്ടില്ലാത്ത ആളാണ്, TV കാണുന്നുണ്ട്, അത് ഇയാൾ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ടായി. സ്വന്തം സിനിമകൾ പോലും കാണാറില്ല, അങ്ങനത്തെ ഒരാളാണ്. അല്ല, സത്യമായ കാര്യമാണ്. ഞാൻ അഭിനയിച്ച പടം പോലും ഞാൻ കാണാറില്ല. ഞാൻ കാണുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ മാത്രമേ കാണാറുള്ളൂ.
ഇപ്പോഴും. അപ്പൊ എന്തായാലും ബ്രഹ്മയുഗം കണ്ടോ? ബ്രഹ്മയുഗം കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ബ്രഹ്മയുഗം കണ്ടില്ല, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അല്ല, എല്ലാവിധ ഈശ്വരന്റെ അനുഗ്രഹവും മഹേഷിന് എന്നും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. മഹേഷേ, ഓൾ ദി ബെസ്റ്റ്. ഞാനും മഹേഷും കൂടെ ഇടയ്ക്ക് ഇസ്രായേലിൽ പ്രോഗ്രാം ചെന്നപ്പോൾ ഞാനും അവന് ഒരു റൂമിലാണ് കിടന്നത്. സത്യം പറയാമല്ലോ, അവിടുത്തെ 2 മണിയായിട്ട് പോലും ഞാൻ നല്ല ഉറക്കം. എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ എന്തോ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഹെഡ്ഫോണും വെച്ചിട്ട് നമ്മുടെ നിനക്ക് ഉറക്കമില്ലടാ. ഇല്ല ചേട്ടാ, നാളത്തെ പ്രോഗ്രാമിന് ചെയ്യണം. ഇത്രയും ആത്മാർത്ഥതയുള്ള ഒരു, സത്യസന്ധമായിട്ട് പറഞ്ഞു, ഞാനൊരു മിമിക്രിക്കാരനാണ്, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു മിമിക്രിക്കാരനെ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ദൈവം ചില അവതാരങ്ങളെ ഭൂമിയിലേക്ക് വിടും. ദൈവം അനുഗ്രഹിച്ചു വിട്ട കുറച്ചു മുമ്പ് ഷാജു ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് അവതാരങ്ങൾ മിമിക്രി ഇറങ്ങിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ അവതാരം തന്നെയാണ് മഹേഷ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ആരോഗ്യ ആയുസ്സും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കേട്ടോടാ. ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്ന ചേട്ടനെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയാണ്. അഖിലിന് എന്താ പറയാനുള്ളത്? അല്ല, ഷാജുണ്ണൻ പറഞ്ഞില്ലേ, ഓരോ കാലഘട്ടത്തിലും ഈ ശബ്ദാനുകരണം എന്ന് പറയുന്നത് അത് പ്രേക്ഷകർ എല്ലാ കാലവും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് മിമിക്രി. അപ്പം അതിൽ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിലും ഓരോ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് മഹേഷ് കുഞ്ഞുമോൻ ആ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അത് ഭയങ്കര ഹൈയാണ്. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരുപാട് വർഷം ഈ ഫീൽഡിൽ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഒത്തിരി സന്തോഷം മഹേഷ് ബ്രദർ. പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. നല്ലൊരു കൈഡ് എടുക്കാം മഹേഷ്. കള്ളിപ്പെണ്ണെ പാറു. അയ്യോ അഖിലേട്ടൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാറുണ്ട്. എന്താ? അല്ലെങ്കിൽ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും പറയാൻ പറ്റിയെന്ന് വരില്ല. എന്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, കണ്ടായിരുന്നു? ഇല്ല. അതാ നോക്കൂ, അവിടെ ഇരിക്കുന്നു. സിരിക്കണടാ. അവരെ ഞാൻ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ. നീയല്ലേ പറഞ്ഞു എന്തോ ടാസ്ക് ഉണ്ടെന്ന്. അതിനാണോ ഇവരെ കൊണ്ടുവന്നത്? അതെ, അവർതാണ് എന്റെ പിള്ളേർ. സിരിക്കണടാ. എന്നാ പിള്ളേരെ വിളിക്കൂ. പാറൂസ് ടാസ്കിന് വേണ്ടിട്ട് എന്റെ പിള്ളേരെ വരുന്നടാ. സിരിക്കാതെ വായോ. ഇതാണ് ഫ്ലവേഴ്സ് കോമഡി തള്ളൽ പാറൂസ് ടാസ്ക്. നല്ല ഗൈഡ് വരട്ടെ. എങ്ങനെയുണ്ടോ നോക്കട്ടെ. ഇതൊരു 1.5 ടാസ്ക് ആണ്. പാറുവിന്റെ ഐഡിയ ആണ് ഇത്. ഒരു 1.5 ഐറ്റം ആയിരിക്കും ഈ ടാസ്ക്. നിങ്ങൾ ഒരു ടീമാണ്. ഓക്കെ, നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിന് വേണ്ടിയിട്ടാണ് ഈ മത്സരം കളിക്കാൻ പോകുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് സാക്ഷാൽ നവ്യ. നവ്യക്കുട്ട, ഒന്നിവിടെ വരെ വരാമോ? എന്റെ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. നവ്യ ഞാൻ ഇവിടെ വിളിച്ചു നിർത്തിയിട്ടുണ്ട്. എന്റെ പിള്ളേരെ വിളിച്ചു നിർത്തിയിട്ടുണ്ട്. എന്താണ് ടാസ്ക്? കുറെ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടല്ലോ. പ്രോപ്പർട്ടീസ് ഒക്കെ കാണുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? പൂ കണ്ടിട്ട് അല്ലേ? പുസ്തകം, പൂവുണ്ട്. അയ്യോ, പുസ്തകം മാറ്റിയേക്ക്, അത് ഞാൻ അഭിനയിച്ചപ്പെടുത്തും. ലെറ്റർ, ഒരു റിങ്, ഇത് കൂടാതെ ഓൺ ഡിമാൻഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോങ്ങും വരും. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇനി എന്താണ് ടാസ്ക്? അതായത് ഇപ്പൊ നിങ്ങളൊക്കെ കുറച്ച് പ്രായമൊക്കെ ആയെന്നുണ്ടെങ്കിലും ഒരു കാലം കണ്ടിട്ട് എങ്ങനെ പറയാൻ തോന്നി? അയ്യോ, ഞാൻ പക്കുചേട്ടനെ ഉദ്ദേശിച്ചേ ഇല്ല ഇതിനകത്ത്. അതായത് ഈ പ്രോപ്പർട്ടീസ് ഇവിടെ വെച്ചിട്ടുണ്ട്, നവ്യ ചേച്ചിനെ ഇവിടെ നിർത്തിയിട്ടുമുണ്ട്. നിങ്ങള് ഡിഫറെന്റ് ആയിട്ട്, അതായത് നവ്യ ചേച്ചിനെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രപ്പോസ് ചെയ്യാനായിട്ട്. പ്രപ്പോസൽ. ഓക്കെ, ഞാൻ പറയട്ടെ. മോള് നേരത്തെ പറഞ്ഞില്ല പ്രായമായത്, അത് ഞാനാണ്. ഇവിടെ പ്രായം. ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് പ്രായമായി. ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ നിങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. പ്രപ്പോസ് ചെയ്തിട്ടില്ല, ഒരാളെ പോലെ അസീസ്ക പ്രപ്പോസ് ചെയ്തിട്ടില്ല. നല്ലൊരു തള്ളലായിരുന്നു. അടിച്ചടിച്ച് നല്ലൊരു പ്രോഗ്രാമിന്റെ പേര് അന്വർത്ഥമാക്കിയിരിക്കുന്നു. അതെ, ഇങ്ങനെ തള്ളരുത്. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള അസീസിക്ക എന്നെ തുടങ്ങുന്നതായിരിക്കും. ചെറിയ കുട്ടികൾക്ക് മാതൃകയാവട്ടെ. അസീസിക്ക സെലക്ട് ചെയ്തോ. ലെറ്റർ വേണോ, പൂ വേണോ, മോതിരം വേണോ, പാട്ട് വേണോ? അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. സീരിയസ് ആവാം, തമാശയാവാം, കലിപ്പാവാം. കലിപ്പിന്റെ കാന്താരിക്ക് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നവ്യ ചേച്ചി അങ്ങ് വീഴണം അത് കണ്ടു കഴിഞ്ഞു. നവ്യ ഹാപ്പിയാണ്. നവ്യ റെഡി ആയി നിൽക്കുകയാണ്. നമുക്ക് സിമ്പിൾ അല്ലേ? നവ്യ
അല്ല ജീവ ഈ എയർപോർട്ടിലൊക്കെ നമ്മൾ സ്വീകരിക്കാൻ വരൂലേ ഏറ്റവും അവസാനം ഏത് ആർട്ടിസ്റ്റാന്ന് അറിയാതെ വന്നിട്ട് ഈ പരിപാടി വന്നാണോ എന്നാന്ന് അല്ല പക്രു ചേട്ടാ, അപ്പോഴും അവര് മിനിമം മര്യാദക്ക് ഒരു കാര്യം പറയും, ഹലോ. അതുപോലും ഇല്ല. എന്താ എന്നോട് വന്നിട്ട് പറയാ ഇത് വെച്ചോളാം. ഹലോ, ലോകം അറിയുന്ന നായികയാണ് കേട്ടോ. ഇതെന്താ സംഭവം അറിയാം, അവൻ ഇങ്ങനൊന്നും പ്രപ്പോസ് ചെയ്ത് ഇവന് അറിയില്ല. മറ്റേ മെസ്സേജ് അല്ല ഇപ്പൊ എന്താ ഇട്ടേക്കുന്നത്? അതിന്നൊരു മാറ്റം വേണം. മര്യാദക്ക് പ്രപ്പോസ് ചെയ്തോ. മോളൂസേ പകുതി സെറ്റാണ് ചേട്ടാ. ഇത് പേടി. പണ്ട് ഇത് പകുതി സെറ്റ് കൊടുത്ത ഒരാൾ ഇപ്പൊ 2 പിള്ളേരായിട്ട് വീട്ടിലിരിപ്പുണ്ട്. പേടി. ഇത് പകുതി സെറ്റാണോ? എന്നാ ഞാൻ തുടക്കം മുതൽ വിചാരിച്ചാണ് പകുതി സെറ്റൊക്കെ ഇറങ്ങടാ. ആദ്യം മുതലേ ആയിക്കോട്ടെ. അല്ല, മോതിരമാണോ പൂവാണോ? ഒരു മൂടിന് വേണ്ടി ഇവനെല്ലാം കൂടി കൊണ്ടുപോകാനുള്ള പരിപാടിയുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ അസീസിക്ക നിന്ന് മെഴുകുന്ന പക്ഷേ ഉഗ്രനായിരുന്നു. അടിപൊളി അടിപൊളി. അസീസിക്ക ഒരു സാധനം സെറ്റ് ചെയ്തു. അസീസിക്ക് മുകളിൽ അവിടുന്ന് ഒരാളെ വിളിക്കൂ. ടിനിയേട്ടൻ ഇല്ല, ടിനിയേട്ടൻ ഇവിടെ മുട്ടിയുമ്പുണ്ട്. അല്ലല്ല, ശൈശവ വിവാഹം ഇവിടെ ഇല്ല. പാക്കുറിച്ചേട്ടൻ, പാക്കുറിച്ചേട്ടൻ, അടുത്ത പാക്കുറിച്ചേട്ടൻ. കുട്ടികളെ വെറുതെ വിടറോ? അടുത്ത പാക്കുറിച്ചേട്ടൻ. ഞാനോ? റിംഗ് ആണോ ലെറ്റർ ആണോ പൂവാണോ? ഓക്കെ, ബക്രുചേട്ടൻ റിംഗ് ആണ്. അതുകൊണ്ട് അസീസിനെ പോലെ സമയം കളയാനില്ല. കയ്യിന്ന് കാണിക്കൂ. ഓക്കെ, നമ്മുടെ മാരേജ് എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്റെയാണ് സ്വന്തം. ഇവന്മാരോട് ആരോടും മിണ്ടരുത്. എൻഗേജ്മെന്റ് കഴിഞ്ഞേ കൊള്ളാം, പക്ഷെ ഈ റിംഗ് തലയിൽ വിടരുത്. ഡയലോഗ് എന്തെങ്കിലും? ഇനിയൊന്നുമില്ല, വാ നമുക്ക് പോയേക്കാം. ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾ മാരേജ് കഴിഞ്ഞല്ലോ. ബക്രുചേട്ടൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്രപ്പോസൽ ആയിരുന്നു, അതിനെ അങ്ങനെ കാണാം. ഇനി ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിൽ കരുതുന്ന മിമിക്രിയുടെ ഇപ്പം അദ്ദേഹം മലയാള സിനിമയുടെ അത്യുന്നതങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ്. മിമിക്രിയുടെ സകലകലാ വല്ലഭൻ ഷാജോ. നീ തള്ളി തള്ളി വന്നപ്പോഴേ എനിക്ക് തോന്നി ഷാജോ ചേട്ടൻ ഇതിന് അപ്പുറത്ത് ഇനി ഒരു പ്രപ്പോസൽ വെക്കാനില്ലാത്ത രീതിയിൽ ഒരു ഐറ്റം. ഷാജോ ചേട്ടൻ ഒരു സോങ് വേണം എന്തായാലും. അല്ല, ഈ കോസ്റ്റ്യൂമിൽ എന്തെങ്കിലും ചെയ്യണം, ഒരു കുതിരയും കൂടെ ഇവിടെ വേണം. ഡയലോഗുണ്ട്. എൻ്റെ കൂടെ വന്നാൽ പൊന്നുപോലെ ഞാൻ നോക്കണം. പലതരത്തിലും കേട്ടോടാ, പല നിറത്തിലും പല ബ്രാൻഡിലുമുള്ള ഒരുപാട് അണ്ടർവെയർ എനിക്കുണ്ട്. എത്ര വേണേലും എടുത്തോണ്ട് പോയിക്കോ. എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയോടാണ് നീ ആഭാസം പറഞ്ഞെന്ന് ഓർക്കണം. പക്ഷേ ഉഗ്രനാണ് കേട്ടോ. പോരാട്ടാ. അല്ല, നിങ്ങളൊക്കെ ഒരാളെ ശ്രദ്ധിച്ചേ, ആറ്റിറ്റ്യൂഡ് ഇട്ട് കലിപ്പിട്ടൊരു കലിപ്പൻ ഇവിടെ നിൽപ്പുണ്ട്. കലിപ്പന് പ്രപ്പോസ് ചെയ്യാനുള്ള സമയമാണ്. വഴി മാറിക്കോട്. കലിപ്പൻ റാവുത്തർ. കട്ട കലിപ്പാണ്. ഏതാ, ലെറ്റർ ആണോ പൂവാണോ? ഞാൻ എല്ലാം കൊടുക്കും. എല്ലാം ഓക്കെ റെഡി. ഞാൻ ഗുണ്ടയാ. ഗുണ്ട സ്ക്രിപ്റ്റ് ഇതാണേ. ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ഗുണ്ട വരുന്നു, നീ മാറിയില്ല. ഓക്കെ, ഞാൻ ക്യാരക്ടർ ആവാഹിച്ചു. ഞങ്ങള് വേറെ ബസ് കത്താൻ
ഒന്നുമില്ലേ ഒന്നുമില്ല നമ്മളൊരു സഹോദരി അവിടെ ബസ് സ്റ്റാൻഡ് ബസ്സിൽ കാത്തിങ്ങനെ അങ്ങനെ വന്നു മറ്റേ ഇതിലൊക്കെ ഉള്ളല്ലേ സിനിമയിലൊക്കെ ഉള്ള അപ്പുറത്ത് കോളേജ് വിടുമ്പോ വരും അങ്ങോട്ടൊക്കെ പോയില്ലേ കേട്ടാ അതിന്റെ പോടാ വേറെ എവിടെയെങ്കിലും പോടാ പെങ്ങളെ കാലിന് വന്നു പോടാ പോ കല്യാണം നിനക്ക് അങ്ങനെ തന്നെ വേണം ഒരു ഭരതനാട്യക്കാരൻ നിൽക്കണം ഇന്ന് എവിടെ പ്രോഗ്രാം അല്ല അതിന് കുട്ടിയുള്ളതാ മാമനാ. എനിക്ക് കുട്ടിയുള്ളത് നല്ലതാ. ഏതും തരത്തിലുള്ള മാമൻ. ഏത് മാമനും ആകാം. പ്രപ്പോസ് ചെയ്യട്ടോ. ആയിക്കോട്ടെ. സിനിമയിലൊക്കെ ഉള്ളതല്ലേ? എന്നെ അറിയാം, എന്നെ കണ്ടിട്ടുണ്ടോ? ഹലോ, ഞാൻ ഭയങ്കര കലിപ്പാണ്. 8-10 കുത്തുകേസിലൊക്കെ പ്രതിയാണ് ഞാൻ. എനിക്ക് ആ നിങ്ങളെ പടം ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴേ എനിക്കിങ്ങനെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വന്നതാണ് പുല്ല്. ഞാൻ ഒന്നും പറയല്ല, ഇതങ്ങ് തരും വാങ്ങിച്ചിട്ട് എൻ്റെ ഐ ലവ് യു എന്ന് പറഞ്ഞോളാം. പറയാതെ ഞാൻ വെട്ടി പിടുത്തള എന്നെ അറിയില്ല. ശരിക്കും തൊട്ടുപോകരുത് അവളെ. കൊച്ചിനെ കരയിച്ച പൊന്നുപോലെ നോക്ക്. നല്ലപോലെ പെണ്ണാണോ വന്നില്ലേ? നല്ല കുട്ട, നല്ല 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 കേടി, നല്ല കേടി. ലെറ്റർ. അയ്യോ ഇത് കോപ്പി 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 കോപ്പി. അല്ല, പ്രണയത്തോടെ കൊടു. ലെറ്ററിലൊന്നുമില്ല കേട്ടോ, ലെറ്ററിലൊന്നുമില്ല. കഴിഞ്ഞിട്ട് വായിച്ചോണം. പോയി നടന്നില്ല. ഇത് സംഭവം പറയട്ടെ, ഞാൻ നസീർക്കാ അടുത്ത് പോയി പറഞ്ഞു, നസീർക്ക നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ലെറ്റർ എടുത്തിട്ട് പണ്ട് നമ്മൾ ലവ് ലെറ്റർ ഒക്കെ കൊടുക്കും പോലെ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ തട്ടിക്കളഞ്ഞ് ഞാനത് എടുത്തു കൊടുക്കാം. അത് വന്ന് ഇപ്പൊ പെട്ടെന്ന് ചെയ്ത, പക്ഷെ ഇത്രയും വേണ്ടത് തട്ടിക്കളയൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഒരാളല്ല, 7 പേരാ തട്ടിയത്. ആ വേറെ സാധനം എടുത്ത് പ്രപ്പോസ് ചെയ്യും. മല്ലൻ പെണ്ണ് കാണാൻ പോണു. ഇത് പെണ്ണ് കാണല്ലേ, ജിംനേഷ്യത്തിലോട്ടുള്ള ഇൻവിറ്റേഷനാ. ഇങ്ങനെ ആര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? എല്ലാം കൂടി ഞാൻ തന്നിരിക്കുന്നു, എന്നെയും. ഇനി ഇത്രയും കൂടെ കൂടുതൽ വേണ്ട. അപ്പൊ നവ്യ കല്യാണ മണ്ഡപത്തിൽ പോണ്ട, മണ്ഡപം എടുത്തോണ്ട് വീട്ടിൽ വരും. ഈ കോമഡി വർക്ക് പുറത്തു പോയി മാറി പൊട്ടിക്കരഞ്ഞു. നിങ്ങളെ പിള്ളേരെല്ലാം മാറിക്ക്. ഇനി രാജാവിന്റെ വരവാണ്. രാജാവിന് ഇതാ ഒരു പാട്ട് മാത്രം മതി. രാജാവ് തയ്യാറായി കഴിഞ്ഞു. ജനങ്ങളുടെ ഒരേ ഒരു രാജാവ്. ഹിയർ കംസ് നസീർ, സിനിമാ നടൻ. അങ്കിളെ ചെല്ല്. എന്ത് വേണേലും ഇട്ട് ചെയ്തോളാൻ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു. അത് ഇട്ടതാ ഞാൻ. നിന്നോട് പറയല്ല, അത് പക്വത ഉള്ളവരോടെ പറയുള്ളൂ. അപ്പൊ ബുധനാഴ്ച എന്തിയാ കൊച്ച്? ബുധനാഴ്ച അമ്മയും അച്ഛനും 4 അമ്മമാരും കൂടെ വീട്ടിൽ വരും. കാര്യങ്ങൾ അവരോട് പറയാം. കൊടുക്കൽ വാങ്ങലൊക്കെ കാരണവന്മാർ തമ്മിൽ സംസാരിക്കുക. ശരി ശരി. തീരുമാനിക്കുന്ന ഡേറ്റില് മനസ്സിലായില്ലേ? ആ, എനിക്ക് മനസ്സിലായി. എന്റെ അമ്മേനെ കല്യാണം. അതെ, ഹലോ, ഇതാണ് എന്റെ അച്ഛൻ. ഇതെന്റെ ഏറ്റവും ഇളയ മോൻ. ഒരു കാര്യം പറയണല്ലോ, ഇത്രയും ഗടാഗടിയന്മാര് കോട്ടൊക്കെ ഇട്ട് നിന്നിട്ടും ആ സ്നേഹചുംബനം കൊടുക്കാൻ നസീർക്ക് മാത്രമേ പറ്റുള്ളൂ. ഞങ്ങള് പ്രപ്പോസ് ചെയ്യാൻ പോയതാണ്. അതൊരു അച്ഛന്റെ ആളനെ വാസനല്ലേ. പക്ഷേ ഇതില് വേദനിക്കുന്ന ഞാൻ എന്നെ മണ്ഡപം പണിക്കാരനൊക്കെ. പക്ഷേ എനിക്ക് പാട്ട് തന്നില്ല, അതിൽ എനിക്ക് വിഷമമുണ്ട്. നിനക്ക് അതിന്റെ ഇടയിൽ എവിടെ പാട്ട്? ആദ്യമേ നല്ലൊരു കാര്യം ചേട്ടാ, നമ്മളവിടെ എല്ലാം നിന്ന് നവ്യ പാട്ട് വേണമെന്ന് പറഞ്ഞു. ഈ കണ്ടന്റ് കൊണ്ടുവന്ന ആരാ? പാറുവും വില്ലനും. രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാർവതവും. ഞാൻ ടാസ്ക് കൊണ്ടുവരുന്ന ആളാണ്.
ഏതൊരു പാട്ടായിരുന്നു? സംക്രാന്തിക്ക് എന്തോ പറയാനുണ്ട്. വാ ഇവിടെ. ഏയ്. വരുവിടെ. പാറൂസ് ടാസ്കിൽ ഇതിനെ പറഞ്ഞു പറയിപ്പിച്ചില്ലേ പറയൂല. അതാണ്. അല്ല അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച ഭയങ്കര കഷ്ടമായി. അല്ല നസീർക്ക് ഡാൻസ് കളിക്കണോ? എനിക്ക് വേണ്ട. നമുക്ക് ഓടിച്ച് കൈ ഒരുപാട് പരിപാടികൾ ഇനിയും വരാനുണ്ട്. ഓക്കെ, നമ്മൾ ആരും എവിടെയും പോകുന്നില്ല. അടുത്ത കുറച്ച് സമയം കൂടെ നമ്മളിങ്ങനെ പുതിയ തള്ളലുകളും പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ പോകും. ഇപ്പൊ എല്ലാവരും ഉഷാറാ നിൽക്കുമല്ലേ? അതാണ് വേണ്ടത്. പാറൂസ് ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു നവ്യ? അങ്ങനെ ഒരാൾ മാത്രം ഇവിടെ നീയും ചെയ്തേ പറ്റൂ. അതെ, നീയും ചെയ്തേ പറ്റൂ. ഞാനല്ലേ ആദ്യം തുടങ്ങിയത്. പാറു, ഇല്ല. ഞാനല്ലേ ആദ്യം തുടങ്ങിയത്. അല്ലല്ല, ഞാനല്ലേ നിങ്ങളെ വിളിച്ചത്. അങ്ങനെ വിളിച്ചിട്ട് നീയും ചെയ്തേ പറ്റൂ. പാറൂസ് ടാസ്കിൽ പാറു പറയുന്നു ജീവ ചെയ്യണം. നടുവേദനയൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ 2 സ്റ്റെപ്പ് ഇടാം. എപ്പടി? ഓക്കെ, നീയും ടിനിയേട്ടനും ഞങ്ങൾ എന്തിലാ നീ പെടുത്തിയത്? രണ്ടുപേരും സഹോദരൻ. ആ, വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ നിന്നപ്പോ കണ്ടുമുട്ടി. ഓക്കെ, റെഡി. നാറ്റിക്കല്ലേ, കുറെ നേരമായി നടക്കാൻ തുടങ്ങി. അവിടെ ഇരുട്ടാണ്, ഇങ്ങോട്ട് വരാം. വാങ്ങിച്ചില്ല ഞാൻ നാറും. രണ്ട് സുവർണ ലിപികളാൽ തീർത്ത മഹാകാവ്യം. എന്നിട്ട് മിഴുനീർക്കണങ്ങളിലെ മഹാസമുദ്രം. അതെവിടെ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്നത് പ്രവചനാതീതമാണ്. ഋതുക്കളിൽ വസന്തം പോലെ ചീഞ്ഞളിഞ്ഞിട്ട് എവിടെ നിന്ന് പോവുള്ളൂ. ഋതുക്കളിൽ വസന്തം പോലെ വികാരങ്ങളിൽ പ്രണയം നാമ്പിടുമ്പോൾ സുഖകരങ്ങളായ നൊമ്പരങ്ങളെന്നോ നൊമ്പരങ്ങളുടെ നിർവൃതിയെന്നോ നമുക്കതിനെ വിളിക്കാം. പ്രണയം വിവിധ ഭാവങ്ങളിൽ, ഇത് നീ എത്ര പിള്ളേരെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? വിവിധ വർണ്ണങ്ങളിൽ അതിന്റെ അനസ്യൂത പ്രയാണം തുടരുകയാണ്. ഐ ലവ് യു. ഇതിന് എത്ര ട്യൂഷൻ ഫീസ് എത്രയായി? നീ ഇത് എത്ര ട്യൂഷന് പോയിട്ട് ഇത് പഠിച്ചത്? ഇത് ഞാൻ കോളേജിലെ ആര്യ സിനിമയ്ക്ക് അടിച്ചു മാറ്റി എഴുതിയൊരു മികച്ച ഡയലോഗ്. ആര്യ വണ്ടിനകത്ത് ഈ ഡയലോഗ് അല്ലു പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട്. അറിയില്ല ഇതിനെ പറ്റി എന്താ പറയാ? എനിക്കൊന്നും പറയാനില്ല. അല്ല, ഇവനിങ്ങനെ അല്ല അവന്റെ ഇവിടെ കിടന്ന് അച്ഛന്റെ പ്രായമുള്ളവരെ കിടന്ന് മെഴുക. ഞാൻ മോന്റെ പ്രായമുള്ള ഞാൻ റോസാപ്പ് കൊടുത്ത പിന്നെ എന്റെ നെഞ്ചത്തോട് എല്ലാം കൂടെ എന്തിനാ അവന്റേതായ വികാരങ്ങൾ അവൻ പ്രകടിപ്പിക്കും. നമ്മളൊന്ന് സഹകരിക്കില്ലേ വേണ്ടത്. ഈ ടാസ്കിലെ വിന്നർ ആരാന്ന് പാറു പറയും. ഞാനല്ല, നവ്യ ചേച്ചി. ശരിയാ, നവ്യ ചേച്ചി. ഓ സോറി, നവ്യ ചേച്ചി പറ. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രപ്പോസൽ ഏതാണ്? ഈ മനുഷ്യൻ പോളിഗാമസ് ആണല്ലോ. അതെന്നാ അത്? മനുഷ്യൻ പോളിക് ആസിഡ് അത് ഇറേസ് ചെയ്ത് നമ്മളതല്ല. അതായത് ജീവിതത്തിൽ ഇത് പ്രപ്പോസൽ ആണല്ലോ, ലവ് ആണല്ലോ അല്ലേ? എന്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിലധികം പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എനിക്കത്ര പ്രശ്നമില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താ? എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഇത്തരത്തിലുള്ള ഒരു പെണ്ണിനെ ഞങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പൊ പാറൂസ് ടാസ്കിന് ഒരു നല്ല ഗൈഡ് കൊടുക്കാം. എല്ലാരും ഉഷാറായിട്ട് പെർഫോം ചെയ്തതിന് താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. നവ്യ, ടിനി ചേട്ടാ, നസീർക്ക, ഷാജോൻ ചേട്ടാ, പക്രു ചേട്ടാ, സെന്തിൽ ബ്രോ, നസിസിക്ക, എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. ഫ്ലവേഴ്സ് കോമഡി തള്ളൽ. നമുക്ക് ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു തള്ളൽ? അസിസിക്കുന്ന തുടങ്ങാം അല്ലേ? ആന ഇറക്കിയായിരുന്നോ? ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പൊ എന്തായാലും തള്ളൽ എന്നല്ല, പക്ഷെ നമ്മൾ തള്ളലിൽ തുടങ്ങിയെങ്കിലും നമ്മൾ വേറെ പല സംഭവങ്ങളിലേക്കാണ്. ഇതൊരു വമ്പൻ നമ്മളെ തൃശ്ശൂർ പൂരം പോലെ ഒരു സംഭവത്തിലേക്കാണ് നമ്മുടെ ഈ തള്ളൽ പരിപാടി പോയത്.
മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കറിയില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് തള്ളാൻ അറിയില്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ തള്ളാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് ഇത്ര കാലം ജീവിച്ചത്. ലാസ്റ്റ് കൊടുത്താൽ മതിയായിരുന്നു വായിക്ക് ജീവിച്ചത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് നമ്മുടെ ഷോ മുന്നോട്ട് ഇറങ്ങി ഫ്രിഡ്ജ് ഫ്രീ അല്ലേ, കേറിയിരുന്നോ? അപ്പോൾ എന്തായാലും സെന്തിൽ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും നമ്മുടെ ഷോ വളരെ മനോഹരമായിട്ട് എന്തായാലും പോകുന്നതിനും എല്ലാരും ഓരോന്നും അടിച്ചിട്ടുണ്ട്. നല്ലത്. പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഫ്രിഡ്ജിൽ കയറിയിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ടിനേട്ടൻ ഉറങ്ങാൻ സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇല്ല ഷാജോന്റെ മരണക്കിണറുണ്ട് ഇനി പറ്റിയിട്ടില്ല. വന്നിട്ട് എന്തായാലും തിരിച്ചേട്ട പ്രോഗ്രാം ഒരു വമ്പ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. വന്നിട്ട് എല്ലാവരും മിനിമം ഒരെണ്ണം വെച്ചെങ്കിലും അടിച്ച്. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത് തിരിച്ചേട്ടൻ തന്നെ പറയും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തള്ളൽ. അല്ല, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ മൈൻഡുള്ള, ഒരേ സന്തോഷമുള്ള, ഒരേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഹൈറാർക്കിയൊന്നുമില്ല, ഭയങ്കര എനർജി ആയിരുന്നു. ശരിക്കും ഒരു കല്യാണത്തിനൊക്കെ കൂടുന്ന പോലെ അല്ല, അത് ഒരു ഷോ ആണ്, ഇങ്ങനെ പോകാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഒന്നും വെച്ചല്ല പോയത്. നമ്മൾ വായിൽ തോന്നുക പറയുക, അത് സന്തോഷമായിട്ട് മാറുക. അസീസിന്റെ നല്ല കൗണ്ടറുകളായിരുന്നു അല്ലേ? ലാസ്റ്റ് പുള്ളി ഭയങ്കര സീരിയസ് ആയി. ആ ഫ്രിഡ്ജിൽ കയറ്റിയത് നന്നായി, തണുപ്പടിച്ചപ്പോ നന്നായി. പിന്നെ പാറുവിന്റെ ഇതുപോലത്തെ ഒരു സ്റ്റേജിലുള്ള ആങ്കറിങ് ആദ്യമായിട്ട് ഞാൻ കാണാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്തിട്ടുണ്ടല്ലേ? എന്താ ഒരു നാച്ചുറൽ ആണ്, നിന്നെ പോലെ ആർട്ടിഫിഷ്യൽ അല്ല, അഖിലിന്റെ പോലെ അല്ല. ഞാൻ നവ്യം കൂടി പറയായിരുന്നു, ഒരു എല്ലാത്തിനും ഒരു അന്താളിപ്പാണ് ആദ്യമായിട്ട്. മൊത്തൊരു ആകാംക്ഷയുണ്ട്, എല്ലാവരും കൂടി വരികയും ജീവാ ഞാൻ ഒറ്റയ്ക്കാണ് ഫ്രിഡ്ജിൽ കൂടെ വാ. മനസ്സിലാതെ വൈൻഡ് പാതിയെ എടുക്കായിരുന്നു. എല്ലാരും ഇപ്പോഴാണ് സ്കോർ ചെയ്ത് വരുന്നത്. മരണക്കിണറില് പീറ്റർ പറയൂ. പീറ്റർ എന്നൊക്കെ എനിക്ക് ഒരു പേര്. ഇതിനിപ്പോ എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തായിരുന്നു, വല്ല ജ്യൂസോ സമയത്തൊന്ന് റെഡി ആയത്. ഓക്കെ, ഇനി പറയുന്ന തള്ളലല്ല, നമ്മൾ ഫ്ലവേഴ്സ് അടക്കം ഒരുപാട് ചാനലുകൾ ഇതുപോലുള്ള ഇവന്റ്സിന് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് എൻജോയ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് ഹൃദയം തുറന്ന് പറയുകയാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടായിരുന്ന പരിപാടിയുടെ വൈൻഡപ്പിന് ഇതേപോലെ തന്നെയാ പറഞ്ഞേ. എന്നെ ഫ്രിഡ്ജിൽ ഞാൻ ബാക്കി വശം പൊളിച്ചു കയറിക്കോളാം. അല്ല, ഇത് സത്യമാണ്, തള്ളലല്ല. നമ്മൾ ഒരുപാട് ഇവന്റ്സ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും എൻജോയ് ചെയ്തിട്ടുള്ള കാര്യം ടിനി പറഞ്ഞ പോലെ അതൊരു ഒരേ വൈബ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് എന്തും അങ്ങോട്ട് പറയാം. ഇപ്പം നവ്യ ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണെങ്കിൽ നമ്മുടെ ഒപ്പം നിന്നിട്ട് നവ്യയോട് നമുക്ക് എന്ത് തമാശകളും പറയാം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇത് ഇത്രയും ഒരു വിജയമായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച് നവ്യ. അപ്പോൾ പങ്കെടുത്ത് പിന്നെ ആർക്കും പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല, കാര്യം നമ്മളെല്ലാം വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പിന്നെ പാറു ആയിരുന്നു ഒരു പുതിയ ആൾ, പക്ഷെ പാറു ഗംഭീരമായിരുന്നു. ടിനി പറഞ്ഞ പോലെ മോള് പൊളിച്ചു. കാര്യം ജീവയാണ് ഇവിടെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ. കാര്യം നമ്മളെ കഴിഞ്ഞൊക്കെ തമാശകൾ പറഞ്ഞ് ഈ ഷോയെ കംപ്ലീറ്റ് കൊണ്ടുവന്ന ഒരാളാണ് ജീവ. ജീവയുടെ ഒപ്പം നിന്നും ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു സോ മച്ച്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് പറഞ്ഞോളാം, അല്ലെങ്കിൽ അവന് അടുത്ത പ്രാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ സത്യം പറയട്ടെ, ഇതുപോലെ ചിരിച്ചു കേട്ടോ കുറെ നാളും. കാരണം നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൂടി ഇരുന്നിട്ട് ഇതൊരു ഷോ ആണെന്നോ ഒരു ഇവന്റ് ആണെന്നുള്ള കാര്യം എല്ലാം മറന്നു വായി തോന്നുന്നത് അങ്ങ് പറയുന്നത്. സംക്രാന്തി നസീർ സീരിയസ്, ഭയങ്കര കാരണം ഞാനും നസീർക്കയും കൂടെ ഒക്കെ പരിപാടി ചെയ്യുമ്പോൾ എന്തോ ഒരു ഊള കോമഡി പറഞ്ഞുകൊണ്ടിരുന്ന അറിവുണ്ടായി. ഊള കോമഡികൾക്ക് ചിരിക്കാൻ പാടില്ല അത് നിങ്ങൾ ചിരിക്കട്ടെ, ഞങ്ങൾ ചിരിച്ചോളൂ. അല്ല, കൂടെ ഞാനും ചിരിക്കുന്നുണ്ട്. വാപ്പ ചെവിയില് സിനിമാ നടാന്നല്ലേ മാറ്റി. സത്യമായിട്ടും റിട്ടയർഡ് ജഡ്ജി. അപ്പൊ കേറ്റമുണ്ട്. ഇടയ്ക്കെങ്കിലും ഒന്ന് ചിരിക്കും. അതുമില്ല, ഈ പേര് നമ്മൾ ഫിക്സ് ചെയ്യാം. അതെ അതെ, ഓക്കെ. അപ്പൊ മൂത്താപ്പ രണ്ട് വാക്ക് പറഞ്ഞു. കൊച്ചാപ്പ പറയുന്നു. കൊച്ചാപ്പ കഴിഞ്ഞിട്ട് മൂത്താപ്പ പറയാം. അല്ല പാപ്പ പറഞ്ഞു. അല്ല കൊച്ചാപ്പ പപ്പ പറഞ്ഞു. കൊച്ചാപ്പ പറ. പപ്പ പറ. അല്ല കൊച്ചാപ്പ പറ. എന്തായാലും തള്ളൽ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാം തള്ളലും തുള്ളലും
കോമഡിയും ഒക്കെ ആയിട്ട് ഒരു ഗംഭീര പരിപാടിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈമാണ്, അല്ലാതെ പുറത്തുള്ളത് ചാനലിൻ്റെ അകത്ത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര വൈബായിരുന്നു. എല്ലാവരും നല്ല ഒരു ഒറ്റ കൂട്ടുകെട്ടായിട്ട് നിന്നു. എല്ലാ പൊട്ടത്തരങ്ങൾക്ക് ചിരിച്ചു, എല്ലാം നല്ലതിനും ചിരിച്ചു, എല്ലാത്തിനും കൈയടിച്ചു, എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ അല്ലേ? അടിപൊളി. എത്ര പോലെ ജോയിൻ ചെയ്ത് രണ്ടുപേരോട് ചെയ്തില്ലേ? ഗംഭീരായിരുന്നു രണ്ടുപേരും. നല്ല കോമ്പിനേഷൻ. അതായത് ജീവ എന്തേലും പറയും, പാർവതി തള്ളു. അത് തന്നെയാ പറയുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ കുറെ നേരം 4 പേജ് വൈൻഡപ്പ് ഡയലോഗ് എഴുതിയിരുന്നത് ഇപ്പൊ ഒന്നുമില്ല. പറ. കിഡിലം പരിപാടിയായിരുന്നു, ഒരു രക്ഷയില്ല, അടിപൊളി. എല്ലാവരും നന്നായിട്ട് തള്ളിയിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒരു വലിപ്പ ചെറുപ്പം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേ മരണക്കരണ്ട് ഓടിക്കുന്നത് പുലിനെ കൊണ്ടുതന്നെ ആളാ പുള്ളി. ശരി റാവുത്തറണ്ണ. ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഇല്ല. അപ്പം പക്ഷേ നവ്യ ചേച്ചിയോട് ചോദിക്കും. അതാ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും ആ ശബ്ദം, അത് ചിരിയുടെ ഗ്യാപ്പിലെ ആ ശ്വാസം എടുക്കുന്നതിന്റെ ഇടയ്ക്ക് സാധനം ഇടും. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ തള്ളൽ? എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് തമാശയാണ്, പിന്നുള്ളതാണ് പാട്ട്. ഇത് രണ്ടുമാണ് എൻ്റെ. പിന്നെ ഡാൻസും, പിന്നെ ഞാനും. നമുക്ക് ഇറങ്ങാം ഒറ്റയ്ക്ക് എല്ലാരും. പിന്നെ ഞാനും പറഞ്ഞിട്ട് മറ്റത് വന്നപ്പോ ഇങ്ങനെ പിടിച്ചത്. പിന്നെ ഞാനും അത് വന്നപ്പോ അത് വിഴുങ്ങി. അപ്പോൾ ഒരുപാട് വന്നപ്പോൾ തൊട്ട് അവസാനം വരെ ഫുള്ള് തമാശകളായിരുന്നു. എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇത്രയും പ്രോഗ്രാംസ് ഒരുമിച്ച് ഒരു സ്റ്റേജിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. എൻ്റെ വക ഒരു ഡെഡിക്കേഷൻ കൂടെ ഉണ്ട്. ആണോ? ഓക്കെ. അപ്പോൾ ഫ്ലവേഴ്സിനോട് എൻ്റെ ഒരുപാട് നന്ദി. പക്ഷെ അതിൻ്റെ എല്ലാം കൂടെ തന്നെ ഇനി പറയരുതെന്നൊന്നും ആഗ്രഹിച്ചതല്ല. ഞാൻ ഇപ്പം പറയുമ്പോൾ അതിനകത്ത് വെച്ചൊരു ചെറിയൊരു ചളുപ്പൊക്കെ ഉണ്ട്. സാറിനെ ഇവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഏറ്റവും വലിയ ഡെഡിക്കേഷൻ. സത്യം സാറിന്റെ കഥകൾ ഡെഡിക്കേഷൻ ആണ്. പക്ഷേ എന്നെ മറ്റേ കഥ കേട്ട് എനിക്ക് ചിരി വരും. ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കഥ കേട്ട് പഠിക്കാൻ പറ്റിയില്ല. അതൊരു വലിയ സന്തോഷമാണ്. കിളിയുടെ കഥ നമുക്ക് നമ്മൾ അങ്ങനെ ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രി നമുക്ക് ഇത് അറിയാൻ പറ്റിയില്ലല്ലോ. ചിലർ വരുമ്പോൾ ചരിത്രം ഇന്ന് മാഷി വന്നപ്പോ ഒരുപാട് പേര് അതെ കിളി ഷട്ടിട്ട് പറഞ്ഞു. ആ ഐറ്റത്തിന്റെ ബ്രാൻഡഡ് സാധനം ഇറക്കാൻ പോവുകയാണ് അല്ലേ? ഗുരു എന്നാണ് പേര്. ബ്രാൻഡന്റെ പേര് ഗുരു. വൈറ്റ് മാസ്റ്റർ കണ്ടിരി. വൈറ്റ് മാസ്റ്റർ മാഫിയ ഇയാളെല്ലാം എവിടെയാണ് എന്താ പരിപാടി എന്നൊക്കെ ഇപ്പഴാ മനസ്സിലാവുന്നത്. ഓരോരുത്തരെ നോക്കി പഠിച്ചു വരുവാ. നവ്യയുടെ കഴിഞ്ഞോ അതോ ഇനിയുണ്ടോ? എവിടെ പോണോന്ന് തോന്നുന്നു. അപ്പോ എന്റെ സാറിനെ ഇവിടെ കൊണ്ടുവന്ന അദ്ദേഹം ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ ഇവിടെ വന്ന് എന്നെ കുറിച്ച് വാക്കുകളൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷിച്ചു. അപ്പോ ഗുരു എന്റെ മറ്റേ സാധനത്തില് ചിരിക്കുക. ഇത് കേൾക്കാത്തവരുണ്ടാവുമല്ലോ ചിലപ്പോ എപ്പിസോഡ്. അവര് വിചാരിക്കുക എന്തായി കാണിക്കുന്നതെന്ന്. മുന്നേ പോയി കണ്ടാൽ മതി. അതിന്റെ അടിയിൽ കാണിക്കാം. ചെറിയൊരു കളത്തിലല്ലേ? ഓക്കെ, വേണ്ട വൈൻഡപ്പ് വേറെ രീതിയിൽ പറയാം. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും നല്ല ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള, ചിന്തിപ്പിച്ചിട്ടുള്ള, അഭിനയം കൊണ്ട് ഒരുപാട് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള, മലയാളികൾക്ക് ഒരുപാട് സന്തോഷം നൽകിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇവരെല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഇവരെല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ആ സന്തോഷം ഈ ഷോയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പെർഫോം ചെയ്ത എല്ലാവരും വളരെ ഡിഫറെൻറ്റ് പെർഫോമൻസസ് കാഴ്ചവെച്ചു. ഐ എം സോ ഹാപ്പി ആൻഡ് ഡിലൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം. താങ്ക് യു സോ മച്ച്.